ഹായ് 2005 എന്ന വർഷത്തിൽ നിങ്ങൾ 1,00,000 രൂപ വെച്ച് ഗോൾഡിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് അത് ഗ്രോ ചെയ്ത് എത്ര രൂപയായി കാണുമെന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്രയാവുമെന്ന് നോക്കാം. ഓൺ ആൻ ആവറേജ് 7% ആണ് ഇന്ത്യയിലെ FD റേറ്റ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 7% CAGR വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,00,000 രൂപ എന്നുള്ളത് 2025 ആവുമ്പോൾ 3,86,000 പരം രൂപയാണ് ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എത്രയായി കാണുമെന്ന് നോക്കാം. അതിനായി കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഏകദേശം 12% CAGR എന്ന റേറ്റിലാണ് ഗോൾഡ് ഗ്രോ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ 2025 എത്തുമ്പോൾ ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് അനുസരിച്ച് 9,64,000 രൂപയാണ് ആയിട്ടുണ്ടാവുക. ഇനി നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എത്രയായി കാണുമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് Nifty 50 ഇൻഡെക്സിനെയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഏകദേശം 13.4% CAGR റേറ്റിലാണ് Nifty 50 ഗ്രോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2005 ഇൻവെസ്റ്റ് ചെയ്ത 1,00,000 രൂപ എന്നുള്ളത് 2025 വരുമ്പോൾ ഏകദേശം 12,36,000 രൂപയായിട്ടുണ്ടാകും. ഈ അടുത്ത് ഗോൾഡിന്റെ വില കുറേയധികം കയറിപ്പോയെങ്കിലും ഓവർ എ ലോങ് ടൈം ഫ്രെയിം എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ്സ് തന്നെയാണ് കൂടുതൽ റിട്ടേൺസ് തരുന്നതെന്ന് മനസ്സിലാക്കാം. സോ ചിന്തിക്കൂ, ഇൻവെസ്റ്റ് ചെയ്യൂ, ഗ്രോ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.